$20,000 നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഒരു EV വെഹിക്കിൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും 2027 മാർച്ച് 31 കൂടി ഇതിൻ്റെ കുറേ ബെനിഫിറ്റ് പോകും. $43,647 ടാക്സ് സേവിങ്സ് കിട്ടുന്ന ഫ്രഞ്ച് ബെനിഫിറ്റ് ടാക്സ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് 100%. 3 വർഷത്തിന് ശേഷമാണെങ്കിൽ 46.88%, അത് 5 കൊല്ലത്തിന് ശേഷമാണെങ്കിൽ 28.13%. $20,000 ഈ നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് മാറിയാലും സെയിം ലീസ് തന്നെ നമുക്ക് പുതിയ എംപ്ലോയറുമായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നമസ്കാരം. $43,647 ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് $1,00,000 വരുമാനവും $60,000 ഒരു EV വെഹിക്കിൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാരണം ഓസ്ട്രേലിയ ഗവൺമെൻറ് EV വെഹിക്കിൾസ് നൊവേറ്റഡ് ലീസിലൂടെ എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് ബെനിഫിറ്റ് ടാക്സ് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് 100%. പ്യുവർ ബാറ്ററി EV വെഹിക്കിൾസ് ആയിരിക്കണം, നമ്മളൊരു എംപ്ലോയി ആയിരിക്കണം, നമ്മുടെ എംപ്ലോയർക്ക് സാലറി പാക്കേജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നൊവേറ്റഡ് ലീസ് വണ്ടികൾ കൊടുക്കുന്നവരുമായിട്ട് എഗ്രിമെൻ്റ് ഉള്ളവരായിരിക്കണം. ഈ ലീസിൽ നമ്മൾ 3 പാർട്ടീസാണുള്ളത്. ഒന്ന് എംപ്ലോയി, 2 എംപ്ലോയർ, നമ്മുടെ എംപ്ലോയർ, 3 ലീസിന് കൊടുക്കുന്ന ഓർഗനൈസ് ചെയ്യുന്ന കമ്പനി. ഇതിനൊരു ക്യാപ്പ് വെച്ചിട്ട് $91,000 താഴെ ആയിരിക്കണം നമ്മൾ മേടിക്കുന്ന വണ്ടി. അതിൽ 9 പേരിൽ കൂടി കയറാൻ പറ്റാത്ത വണ്ടി ആയിരിക്കണം. അതിനേക്കാളും ചെറിയ വണ്ടി ആയിരിക്കും, കൊമേഴ്സ്യൽ വണ്ടി ആയിരിക്കാൻ പാടില്ല. സ്കൂട്ടർ പോലത്തെ വണ്ടിക്കൊന്നും കിട്ടുകയില്ല. താരതമ്യം ചെയ്യുന്നത് നൊവേറ്റഡ് ലീസിലൂടെ EV വെഹിക്കിൾ എടുത്താൽ, നൊവേറ്റഡ് ലീസിലൂടെ പെട്രോൾ അല്ലെങ്കിൽ പ്ലഗ് ഇൻ വണ്ടികൾ എടുത്താൽ, നൊവേറ്റഡ് ലീസ് ഒന്നും ഇല്ലാതെ EV വെഹിക്കിളോ അത് പെട്രോൾ കാറോ നമ്മൾ പുറത്തുനിന്ന് എടുത്താലത്തെ വ്യത്യാസം. ഇത് 3 നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റാണ് നമ്മൾ നൊവേറ്റഡ് ലീസിലൂടെ EV എടുത്താൽ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മെട്രിക്സ് ആണിത്. 5 കൊല്ലത്തേക്ക് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. നമുക്കിത് 3 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. ഞാനത് 5 കൊല്ലത്തേക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം 2027 മാർച്ച് 31 കൂടി ഇതിൻ്റെ കുറേ ബെനിഫിറ്റ് പോകും. ബാക്കിയുള്ള ബെനിഫിറ്റുകൾ 2029 മാർച്ച് 31 കൂടി തീരുന്നതാണ്. ഇപ്പോൾ മാർച്ച് 31 വരെയാണെങ്കിൽ 2027 വരെ $91,000 താഴെ വരെയുള്ള വണ്ടികൾ നമുക്ക് EV വെഹിക്കിൾസ് നമ്മൾ ഈ നൊവേറ്റഡ് ലീസിൽ ഫുൾ എക്സെപ്ഷണൽ ടാക്സ് ബെനിഫിറ്റിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് $75,000 താഴെയുള്ള വണ്ടികൾ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 75,000-നും 90,000-നും ഇടയ്ക്കുള്ള വണ്ടികളുടെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് വെറും 25% മാത്രമായിരിക്കും. അതൊരു വലിയ വ്യത്യാസമാണ്. പിന്നെ 2029 മാർച്ച് 31 ശേഷം വരുന്നതിനൊക്കെ 25% വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് പിന്നെ നമ്മൾ 2027 മാർച്ച് 31 മുമ്പ് ചെയ്യുവാണെങ്കിൽ അത് ഗ്രാൻഡ് ഫാദർ ചെയ്ത് നമുക്ക് 5 കൊല്ലം വരെ ഇന്ത്യയിലെ ഫുൾ ബെനിഫിറ്റ്സും അനുഭവിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എംപ്ലോയ്മെൻറ്റ് മാറിയാലും സെയിം ലീസ് തന്നെ നമുക്ക് പുതിയ എംപ്ലോയറുമായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആ എംപ്ലോയർ നൊവേറ്റഡ് ലീസ് ചെയ്യുന്ന ആളായിരിക്കണം, സാലറി പാക്കേജ് ഉള്ള ആളായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു എംപ്ലോയറിൽ നിന്ന് മറ്റൊരു എംപ്ലോയറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാപ്പിൽ നമുക്ക് സ്വയം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടയ്ക്കാവുന്നതാണ്. ആ പൈസ പിന്നെ നൊവേറ്റഡ് ലീസ് ആയിട്ട് നമുക്ക് റീഎംബേഴ്സ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനകത്തൊന്നും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ മാറുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു കാരണവശാലും ഈ ബേസിക് കോൺട്രാക്റ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇയർ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇയർ കൂട്ടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ATOയ്ക്ക് അറിയാം ഇത് പുതിയ ലീസായിട്ട് അവർ കണക്കാക്കും. അപ്പോൾ ആ സമയത്ത് എന്തുമാത്രം ബെനിഫിറ്റ്സാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് അത് മാത്രമേ പിന്നെ കണ്ടിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിന് എൻഡ് ഓഫ് ദ ടൈമിൽ ബലൂൺ പേയ്മെൻ്റ് ഉണ്ട്. ബലൂൺ പേയ്മെൻറ്റിന് ഗവൺമെൻറ്റിന് കുറേ ക്രൈറ്റീരിയസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് നേരിട്ട് വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ഡീലറുടെ നേരിട്ട് വണ്ടി മേടിക്കുക, അതിൻ്റെ ഫിനാൻസ് നമ്മൾ ബാങ്കിൽ നിന്ന് നേരിട്ട് ചെയ്യുമ്പോഴത്തെ ഒരു ക്രൈറ്റീരിയയാണിത്. മറ്റൊന്ന് ഇതെന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്നല്ല, നമ്മൾ നൊവേറ്റഡ് ലീസിലൂടെ ഒന്ന് പെട്രോൾ കാർ എടുത്താൽ, ഇത് നൊവേറ്റഡ് ലീസിലൂടെ നമ്മൾ EV കാർ എടുത്താലത്തെ ക്രൈറ്റീരിയയാണ് നോക്കുന്നത്. അപ്പ് ഫ്രണ്ട് വെഹിക്കിളിന് GST കൊടുക്കണം. എവിടെ? നമ്മൾ നേരിട്ട് ഡീലറുടെ അടുത്ത് പോയി മേടിച്ച് കഴിഞ്ഞാൽ. നൊവേറ്റഡ് ലീസിലൂടെ ആണെങ്കിൽ നമുക്ക് ആ പൈസ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നൊവേറ്റഡ് ലീസിലൂടെ EV ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് $1,00,000 ആനുവൽ ഇൻകവും $60,000 ഏകദേശം $60,000. ഇതിപ്പം $63,000 ഓൺ ദ റോഡ് കോസ്റ്റുള്ള വണ്ടിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് $5,430 നമുക്ക് GST കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫിനാൻസ് നമ്മൾ ഫുള്ള് നേരിട്ട് ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫുൾ പൈസ ആഫ്റ്റർ ദ ടാക്സ് ആണ് കൊടുക്കുന്നത്. പക്ഷേ നൊവേറ്റഡ് ലീസിലൂടെ നമ്മൾ പെട്രോൾ കാർ എടുക്കുവാണെങ്കിൽ കുറേ ബിഫോർ ടാക്സും കുറേ ആഫ്റ്റർ ടാക്സുമാണ്.
ഫ്രഞ്ച് പിന്നെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഏകദേശം 5 കൊല്ലത്ത് $27,000 ടാക്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവരത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഏകദേശം 55% ആഫ്റ്റർ ടാക്സ് അവർ എടുക്കുന്നത്. അത് പക്ഷേ EVയിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% സാലറി സാക്രിഫൈസാണ്. ഗവൺമെൻറ് പെനാൽറ്റി അതിന് ചാർജ് ചെയ്യില്ല. പക്ഷേ മറ്റേടത്തൊക്കെ ഏകദേശം നമ്മുടെ വണ്ടിയുടെ 20%, അതിൻ്റെ 47% ടാക്സ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏകദേശം $63,000 അല്ലെങ്കിൽ $60,000 വണ്ടിയാണെങ്കിൽ ഏകദേശം $24,000 ഈ പെനാൽറ്റി വരും എംപ്ലോയർക്ക്. ആ എംപ്ലോയർ അത് തീർച്ചയായിട്ടും വണ്ടി മേടിക്കുന്ന ആളിലേക്ക് ഇത് സാധനം പാസ് ചെയ്യും, ഈ എമൗണ്ട് പാസ് ചെയ്യും. അതായത് $650 പിടിച്ചു, $700 $650 നമ്മൾ നോർമൽ ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഫിനാൻസ് മാത്രം കൊടുക്കണം. പ്ലസ് അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, ഫ്യൂവല്, മെയിൻ്റനൻസ് ചാർജ്, പെട്രോളിൻ്റെ പൈസ, കാറിൻ്റെ ടയർ ചേഞ്ച് ചെയ്യുന്ന പൈസ, ഇതെല്ലാം നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇടണേ. ഇന്നോവേറ്റഡ് ലീസിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ പെട്രോൾ വണ്ടികൾക്കാണെങ്കിൽ അതിൻ്റെ കുറേ ഭാഗം ബിഫോർ ടാക്സും കുറേ ഭാഗം ആഫ്റ്റർ ടാക്സും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വരുന്ന $580 മുതൽ $630, ഒരു 580 അങ്ങ് പിടിച്ചു നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നത്. പിന്നെ അത് EV വെഹിക്കിളാണെങ്കിൽ ഇന്നോവേറ്റഡ് ലീസിലൂടെ എടുക്കുകയാണെങ്കിൽ $475 മാത്രമേ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവുകയുള്ളൂ. $1,00,000 വരുമാനം, $62,000 വണ്ടി അല്ലെങ്കിൽ $60,000 വണ്ടി എടുത്ത് കണക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. പിന്നെ ടാക്സ് സേവിങ്സ് ആയിട്ട് 5 പൈസ നമ്മൾ ഡയറക്റ്റ് എടുത്താലില്ല. പക്ഷെ നമ്മൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ ഇന്നോവേറ്റഡ് ലീസിലൂടെ പെട്രോൾ എടുത്താണ്ട്, പക്ഷേ $29,720 വ്യത്യാസമാണ് നമ്മൾ EV വെഹിക്കിൾസ് ഡയറക്റ്റ് അല്ലാതെ ഇന്നോവേറ്റഡ് ലീസിലൂടെ എടുത്താൽ കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ 5 ഇയേഴ്സ് കൊണ്ട് GST ഇനത്തിൽ നമ്മുടെ റണ്ണിങ് കോസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ക്യാഷ്, അല്ലെങ്കിൽ പെട്രോളിൻ്റെ ക്യാഷ്, അല്ലെങ്കിൽ ടയർ മാറുന്നതിൻ്റെ പൈസ, ഇൻഷുറൻസിൻ്റെ പൈസ, സർവീസ് ചാർജ്, ഇങ്ങനത്തെ ഇതെല്ലാം കൂടെ ഈ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിനും കൂടിയുള്ള GST നമ്മൾ സേവ് ചെയ്യുന്നതാണ് $9,097. പക്ഷേ അത് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പെട്രോൾ കാറിനത് ഏകദേശം $1,500 അല്ലെങ്കിൽ $2,000 വരെ കാണും. മറ്റേടത്ത് 5 പൈസ ഇല്ല. അപ്പോൾ ടോട്ടൽ വാലറ്റിൽ നിന്ന് നമുക്ക് ഇതിന് പോകുന്നത് ബേസ് കോസ്റ്റ്, സേവിങ്സ്, ഇത് 5 പൈസ നമുക്ക് സേവിങ്സ് ഇല്ല ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ. പെട്രോൾ ഇന്നോവേറ്റഡ് ലീസിലൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് $2,000 മുതൽ $15,000, അതായത് $10,000 സേവിങ്സ് ഉണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് ഇന്നോവേറ്റഡ് ലീസിലൂടെ EV വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് $43,647. അതാണ് ഇതിനകത്തൊരു വലിയ വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്നത്. 63,000 ഓൺ ദ റോഡ് കോസ്റ്റുള്ളൊരു വണ്ടി നമ്മൾ ഇന്നോവേറ്റഡ് ലീസിലൂടെ EV വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിനാൻസ് നമ്മൾ അടയ്ക്കുന്ന $493. ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജിനായിട്ട് അവർ നമ്മൾ ചാർജ് ചെയ്യുന്നത് $31. പിന്നെ $13 സർവീസ് ചാർജായിട്ട്, ടയറിനായിട്ടൊരു $9, പിന്നെ രജിസ്ട്രേഷനായിട്ടൊരു $30, ഇൻഷുറൻസ് ആയിട്ടൊരു $109. അത് നമുക്ക് കുറയ്ക്കാം. കാരണം ഇത് പറയുന്നതനുസരിച്ച് ഈ $2,800 ഇയർലി വരും. പക്ഷേ നമുക്ക് കുറച്ച് വേണ്ടി $2,000 കിട്ടുന്ന ഡീലുകളുണ്ട്. ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ അണ്ടർ 25 ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ ചേർന്ന് വരുമ്പോൾ $2,800 ചീപ്പാണ്. അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമുക്ക് $2,000 താഴെ കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഫീ ആയിട്ട് ഒരു $11.54. അങ്ങനെ ടോട്ടൽ ബഡ്ജറ്റ് $700, $699 ബിഫോർ ടാക്സ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ബിഫോർ ടാക്സ് ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഇതിനടയ്ക്കുന്നത് ശരിക്കും $474 അല്ലെങ്കിൽ $475 EV വെഹിക്കിൾസിന് വരുന്നുള്ളൂ. കാരണം ബിഫോർ ടാക്സിൽ ഇതെല്ലാം അതിൻ്റെ ടാക്സ് എടുക്കുന്നതുകൊണ്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫീ മറ്റേനാകുമ്പം ഇവിടെ 13 അതിൻ്റെ $30 വരെ വരും പെട്രോളിനാകുമ്പോൾ. പിന്നെ ഇവിടെ $31 ചാർജിങ് ഫോർ നൈറ്റ്ലി നമുക്ക് പേ ചെയ്യുമ്പോൾ മറ്റേടത്ത് അത് ഏകദേശം ഒരു $100 മുകളിൽ പെട്രോളിന് പൈസ വരും. അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ $63,000 വണ്ടിയാണ് ഈ ഇന്നോവേറ്റഡ് ലീസിൽ EV എടുക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് ആകുന്നത്. പക്ഷേ ബിഫോർ ഓൺ ദ റോഡ് നമുക്ക് 57,000 ആകുള്ളൂ. കാരണം നമുക്കിതിനകത്ത് GST നമുക്ക് അഡ്വാൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതൊരു 15,000 കിലോമീറ്റർ ഓടുന്നതിനെക്കുറിച്ച് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണിത്. അങ്ങനെയാണ് ഇതിന് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സിൽ സേവിങ്സ് $29,000, GSTയിലായിട്ട് മറ്റുള്ള സർവീസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്കായിട്ട് $9,000 GST സേവ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ $5,400 മറ്റേ നമ്മുടെ വണ്ടി മേടിക്കുമ്പോൾ കിട്ടുമ്പോഴത്തെ GST നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ബലൂൺ പേയ്മെൻറ്റ് $17,791
ഇതിന് ആഫ്റ്റർ 5 ഇയേഴ്സ് വരുന്നത്. അതിനകത്ത് GST ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ $5430 നമുക്ക് ഫുള്ളി കിട്ടില്ല. ഈ $17,000 GST അതിൽ നിന്ന് കുറയ്ക്കണം. അതായത് ഏകദേശം ഒരു $1,600 GST പോകും നമുക്ക്. ആക്ച്വൽ കോസ്റ്റ് നമുക്ക് ബിഫോർ ടാക്സ് എത്രയാണ് നമ്മൾ ഏൺ ചെയ്യണം നമുക്ക് ഈ വണ്ടി ഈ 3 രീതിയിൽ മേടിച്ചാലെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എപ്പോഴേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ക്യാഷ് ആയിട്ട് കൊടുത്തെടുക്കുകയാണെങ്കിൽ $650 നമ്മൾ ഫിനാൻസിന് മാത്രം പേ ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ അതിൻ്റെ കൂടെ $1036 എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാക്സ് അടയണം, പ്ലസ് നമ്മുടെ നമ്മുടെ വണ്ടിയുടെ സർവീസ്, പെട്രോൾ അടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ, ടയർ മാറുന്നതിൻ്റെ, രജിസ്ട്രേഷൻ്റെ, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ കോസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ വരുന്നു അതിൻ്റെ എല്ലാം നമ്മൾ പൈസ പേ ചെയ്യണം. അത് ബിഫോർ ടാക്സ് അല്ല നമ്മൾ പേ ചെയ്യുന്നത്, ആഫ്റ്റർ ടാക്സ് ആണ് പേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 5 കൊല്ലം കൊണ്ട് ഏകദേശം $1,34,784 ബിഫോർ ടാക്സ് പൈസ ഏൺ ചെയ്തെങ്കിൽ നമുക്ക് ഈ $63,000 വണ്ടി, ട്രഡീഷണൽ ആയിട്ടുള്ള പെട്രോൾ വണ്ടി നമ്മൾ ലീസിന് എടുത്താൽ ഇതിന് നമ്മൾ ബിഫോർ ടാക്സിൻ്റെ നമുക്ക് ഏകദേശം ഫീൽ ചെയ്യുന്നത് നമുക്ക് റിയൽ പൈസ വേണ്ടത് $880 ആണ്. ആ 880 പക്ഷെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് പോകുന്ന പൈസ $630 ആണ്. കാരണം മറ്റത് നമുക്ക് കുറേ പൈസ ബിഫോർ ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് പാർഷ്യലി. അപ്പം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് $1,14,440 ആണ്. അപ്പം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ഏകദേശം $20,000 കുറവ് വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമുക്ക് അത്ര വരില്ല. കാരണം വേറെ ഇവരുടെ മെയിൻ്റെനൻസ്, ഇവരുടെ മാനേജ്മെൻറ്റ് ഫീയും ഇൻഷുറൻസ്, ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ EVയിലേക്ക് അത് വരുവാണെങ്കിൽ നമുക്കിവിടെ $699 ആണ് നമ്മൾ ബിഫോർ ടാക്സ് പൈസ വേണ്ടത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഏകദേശം $475 മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളും നമുക്ക് ബിഫോർ ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം $90,979 ആണ് നമുക്ക് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇത് പൈസ കുറച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് $43,647. അതൊരു ബിഗ് സേവിങ്സ് ആണ്. അപ്പം 43,000 എന്ന് പറയുമ്പോൾ അത്ര ഒന്നും കിട്ടിയില്ലെന്ന് കൂട്ടി നമ്മൾ റിയൽ വേൾഡിൽ അത്ര ഫീൽ ചെയ്തില്ല. ഒരു $10,000-20,000 വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് ബലൂൺ പേയ്മെൻ്റ് ഉണ്ട്. ഇത് ബലൂൺ പേയ്മെൻറ്റും കൂടെ കൂട്ടിയുള്ള പൈസ ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു $220 നമ്മളിവിടെ സേവ് ചെയ്യുന്ന പൈസ, ആ പൈസ നമ്മൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ $17,000 ഏകദേശം പൈസ ആ അക്കൗണ്ടിൽ കാണും. അപ്പോൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്റൈറ്റായിട്ട് ആ വണ്ടി നമ്മുടെ സ്വന്തമായിട്ട് കിട്ടും. പിന്നെ 5 പൈസ മുടക്കേണ്ട, പിന്നെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് പിന്നെ റീഫിനാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീഫിനാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ കോൺട്രാക്റ്റ് ആയിരിക്കില്ല. അന്ന് എന്താണോ ഗവൺമെൻറ് കൊടുക്കുന്ന ഡീൽസ് അതനുസരിച്ച് മാത്രം അന്നത്തെ ഡീൽസുകളെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് മറ്റൊരു വ്യത്യാസം എന്ന് വെക്കുന്നത് നമുക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ് എക്സെപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പെട്രോൾ കാറിൻ്റെ പൈസ അപ്പം തന്നെ അവർ ചാർജ് ചെയ്യും. പക്ഷേ ഈ ഫ്രഞ്ച് ബെനിഫിറ്റ് ടാക്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഏറ്റവും ആനുവൽ ഇൻകം വരുമ്പോൾ $1,00,000 സ്ഥാനത്ത് അത് 1,03,000 ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഇവർ നമ്മുടെ വണ്ടിയുടെ 20%-ൻ്റെ 47% ടാക്സ് പിടിക്കുന്നുണ്ട് 5 കൊല്ലത്തേക്ക്. അതായത് ഏകദേശം $23,000 വരും. നമ്മൾ $83,000 അല്ലെങ്കിൽ $83,000 വരുന്നതെങ്കിൽ എത്രയാണത് കറക്റ്റായിട്ട് എനിക്ക് ഞാൻ നോക്കിയില്ല. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ചിലപ്പോൾ 83,000 ആയിരിക്കും, ചിലപ്പോൾ 85,000 ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഈ $23,000 അല്ലെങ്കിൽ $24,000 കൂടെ കൂട്ടും. അപ്പോൾ കൂടെ കൂട്ടുമ്പോൾ അവരെ നമ്മുടെ ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കുന്നത് ഈ 1,03,000 ആയിരിക്കും. പക്ഷെ നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ശരിക്കും $85,000 അല്ലെങ്കിൽ $83,000 മാത്രമേ ടാക്സ് കൊടുക്കുന്നത് കാണുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പൈസ സേവ് ചെയ്യുന്നത്. റിയൽ വേൾഡിൽ എങ്ങനെയായാലും ഒരു $20,000 നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഈ നൊവേറ്റ ലീസിൽ എടുക്കുമ്പം 2 കാര്യം ശ്രദ്ധിക്കണം. ഏകദേശം അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അതായത് നമ്മളിപ്പം ബാങ്കിൽ കൂടി എടുക്കുമ്പം 6.5 കിട്ടിയിട്ടുണ്ടെങ്കിൽ നൊവേറ്റ ലീസിലൂടെ എടുക്കുമ്പോൾ അത് മിക്കവാറും 8-10% പക്ഷേ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഫോർ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. എന്നിരുന്നാലും പിന്നെയും നമുക്ക് നൊവേറ്റ ലീസിലൂടെ ഈ വണ്ടി എടുക്കുന്നതാണ് എപ്പോഴും ലാഭകരമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
ബലൂൺ പേയ്മെൻറ്റ് 3 വർഷത്തിന് ശേഷമാണെങ്കിൽ 46.88%, അത് 5 കൊല്ലത്തിന് ശേഷമാണെങ്കിൽ 28.13%. അങ്ങനെയാണ് നമുക്ക് $17,791 ബലൂൺ പേയ്മെൻറ്റ് ആഫ്റ്റർ 5 ഇയേഴ്സ് വരുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ പേ ചെയ്ത് നമ്മുടെ സ്വന്തമാക്കാം, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് റിലീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് അവർ സമ്മതിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്, ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വണ്ടി മേടിക്കുന്നതും വിൽക്കുന്നതും ഓസ്ട്രേലിയ ഭയങ്കര നഷ്ടമാണ്. അർജൻ്റ് ആണെങ്കിൽ മാത്രമേ വണ്ടി മേടിക്കാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മേടിക്കണം, അതായത് അടുത്ത 1-2 കൊല്ലത്തിനകത്ത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡീൽ, ഗവൺമെൻറ് തരുന്ന ഡീൽ തീരുന്നതിന് മുമ്പ് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നോവേറ്റ് ലീസിലൂടെ EV എടുക്കുമ്പോൾ EV കാർ അടിപൊളി കാറുകളാണ്. അതായത് ഏകദേശം 3 മീറ്ററിലൊക്കെ 100 കിലോമീറ്ററൊക്കെയാണ് ഇത് പാഞ്ഞ് പോകുന്നത്, ചാട്ടുളി പോലെയാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും വളരെ സേഫായിട്ടുള്ള ഒരു ദിവസവും ഓസ്ട്രേലിയ ലൈഫും എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.